അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് കേട്ടോണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു അയൺ ഹാർട്ട് എന്ന് പറയുന്ന ഒരു സീരീസ് വരുന്നത്. 2020 മാർവൽ ഒഫീഷ്യലായിട്ട് ഈ ഒരു സീരീസ് റിലീസ് ആകാൻ പോകുന്നത് പറഞ്ഞത്. പിന്നീട് നമ്മൾ മാർവലിൻ്റെ ഒരു സിനിമയായ വക്കാണ്ട ഫോർ എവർ, അതായത് ബ്ലാക്ക് പന്തർ 2 നമ്മൾ ഈ ഒരു ചെറിയ ക്യാരക്ടറിൻ്റെ സ്നീക്ക് പീക്ക് എന്ന രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ കണ്ടതിലും വളരെ മോശം എന്ന രീതിയിലാണ് ഇതിൽ എനിക്ക് ഈ സീരീസിൽ ഈ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തതായിട്ട് തോന്നിയത്. എന്താണെങ്കിലും ഈ ഒരു സീരീസ് ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു പറഞ്ഞാൽ മാർവലിൻ്റെ മറ്റ് അപരാധങ്ങൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കണ്ടു തുടങ്ങിയത്. ബട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിരുന്നു. എന്താണോ ഞാൻ പ്രതീക്ഷിച്ച് ചെന്നത് അത് തന്നെയാണ് കിട്ടിയത്. അപരാധം തന്നെ അപരാധം. എനിക്ക് വലുതായിട്ട് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടർ സെൻട്രിക് ആണ്. അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത്, ഇറ്റ്സ് ജസ്റ്റ് എ ടീനേജ് ഗേൾ ഹൂ ഈസ് ട്രൈങ് ടു ബിൽഡ് സംതിങ് ഹു എ ലെജൻഡ് ഓൾറെഡി ബിൽഡ്. ബട്ട് അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സീരീസിൽ എൻ്റയർലി നമ്മൾ നോക്കുമ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുമ്പം ലൈക്ക് അയൺ മാൻ ഒബ്വിയസ്ലി ഈസ് എ ബില്യനിയർ, സോ ഹി ഹാഡ് ദ റിസോഴ്സസ് ടു മേക്ക് വാട്ട് ഹി വാണ്ടഡ്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ, അതായത് റീറേ വില്യംസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അതിൽ നിന്നും ഒരു സൂട്ട് അപ്ഗ്രേഡ് ചെയ്ത് അത് ഫ്ലോസ് ഒന്നും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുക, ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ആക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. സോ അങ്ങനെ ഈ സീരീസ് തുടങ്ങി, സ്പോയിലർ അലേർട്ട്. സോ അങ്ങനെ ഒരു സീരീസ് തുടങ്ങി അങ്ങ് പോകുന്നതിൻ്റെ ഇടയിൽ കുറേയധികം ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് 3 എപ്പിസോഡ്സ് ആണ് എയർ ആയിരിക്കുന്നത്. സോ ഐ ഡോണ്ട് നോ വെദർ ഈ കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഫർദർ ഇനിയും ഒരു 3 എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുണ്ട്. സോ ആ ഒരു എപ്പിസോഡിൽ എന്താണ് ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത് എന്തായിരിക്കും എന്ന് മാർവൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, വില്ലൻ്റെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ ഹുഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സീരീസിൽ മെഫിസ്റ്റോനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സാച്ച ബോറൻ കോറൻ ആയിരിക്കും ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു 3 എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ യാതൊരു, അതായത് മെഫിസ്റ്റോ എന്ന ക്യാരക്ടറിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് തന്നിട്ടില്ല. ബട്ട് എനി ഹൗ ഐ തിങ്ക് ഹുഡ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ത്രൂ ആയിരിക്കും മെഫിസ്റ്റോനെ പരിചയപ്പെടുത്താനുള്ളൊരു ചാൻസസ് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ലാസ്റ്റ് എപ്പിസോഡ് അങ്ങനെ ഒരു രീതിയിലാണ് തീർന്നത്, അതായത് 3rd എപ്പിസോഡ്. സോ ഈ ഒരു മെഫിസ്റ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കോമിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അതായത് ഒരു വില്ലനാണ് മെഫിസ്റ്റോ. ബട്ട് നമുക്കറിയാം MCUവിൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്ന, നമ്മൾ കോമിക്സിൽ വളരെയധികം ഇമ്പാക്റ്റ് പ്രതീക്ഷിച്ച്, അതായത് ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെ നമ്മൾ മൂവീസിലോ ഇല്ല സീരീസിലോ പ്രതീക്ഷിച്ചിരുന്ന ക്യാരക്ടേഴ്സിനെ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് എന്ന രീതിയിൽ നമുക്ക് portray ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഇറ്റ് ബേസ്ഡ് അപ്പോൺ ദ ഓഡിയൻസ്, അതായത് കോമിക് ബുക്ക് റീഡേഴ്സിന് ആ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കാണുമ്പം എന്തുവാടാ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് തോന്നും. ബട്ട് അതേ ടൈം കോമിക്സ് ഒന്നും അവെയർ അല്ലാത്തവർക്ക് മേ ബി ആ ഒരു ക്യാരക്ടർ ഓക്കേഷ് ആയിട്ട് തോന്നിയിരിക്കാം. ബട്ട് എനിക്കെന്ന് പറയുമ്പോൾ കോമിക്സിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സായിട്ടുണ്ടായിരുന്ന ക്രിസ്ത്യൻ ബെയിൽ portray ചെയ്ത ഗോർ ദ ഗോഡ് ബുച്ചറിനൊക്കെ കോമിക്സിലൊക്കെ വളരെ ഒരു ഫിയർസം വില്ലനായിട്ട് വെച്ചിട്ട് മൂവിയിൽ കൊണ്ടുവന്നപ്പോഴത്തേനും അങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ടാസ്ക് മാസ്റ്ററിൻ്റെ കാര്യമാണെങ്കിലും ബ്ലാക്ക് വിഡോയിലൂടെ കൊണ്ടുവന്നത്. പിന്നെ തണ്ടർ ബോൾസിലും കുറേയധികം ക്യാരക്ടേഴ്സ്, സെൻട്രി ഐ മീൻ ഈ സ്റ്റിൽ ഹാവ്സ് പൊട്ടൻഷ്യൽ ത്രൂ ഔട്ട് ദ സീരീസ്. സോ ഇനിയാവും ഈ പറഞ്ഞ് ഞാൻ വലുതായിട്ട് ലാഗടിപ്പിക്കുന്നില്ല. എനിക്ക് ഈ ഒരു സീരീസ് കണ്ടിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ദ വേസ്റ്റ്, ബിക്കോസ് വി കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന രീതിയിൽ 3 എപ്പിസോഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനിയും 3 എപ്പിസോഡും കൂടെ വരാനുണ്ട്. മേ ബി തിങ്സ് മൈറ്റ് ചേഞ്ച്, വി റിയലി ഡോണ്ട് നോ 3 എപ്പിസോഡ് എന്താ കാണിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം മിസ് മാർവൽ, ഷീ ഹൾക്ക് എന്ന ഒരു രീതിയിൽ തന്നെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്, സീക്രട്ട് ഇൻവേഷൻ. ബട്ട് ലൈക്ക് വി ക്യാൻ വെയിറ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, വി ക്യാൻ സേ എനിത്തിങ്. എനിക്ക് പിന്നെ ഇപ്പം മാർവലിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അവർ തന്നെ സീരീസിൻ്റെ കാര്യത്തിൽ വലിയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഒരു സീരീസ് അങ്ങനെ 3 എപ്പിസോഡ് ഒന്നിച്ച് ഷെയർ ചെയ്യുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും 3 എപ്പിസോഡ് ഒന്നിച്ച് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നോർമലി ഒരു വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സീരീസ് ആണെന്ന് ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് തന്നെ മനസ്സിലായെങ്കിൽ അവർ തന്നെ ഒരു എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഓഡിയൻസിൽ ബിൽഡ് ചെയ്തിട്ട് പിന്നീട് ഒരു എപ്പിസോഡ് ഇറങ്ങുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം എന്നാ പിടിച്ചോന്നും പറഞ്ഞ് ചുമ്മാ അങ്ങ് 3 അയച്ചിട്ടേക്കുന്നു, അതിന് പിന്നെ അടുത്ത 3 റിലീസാക്കുന്നു. ബട്ട് ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യത്തോട്ട് നോക്കുമ്പോൾ അത് വേറൊരു തിയറിയാണ്. ബട്ട് മാർവൽ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ സീരീസ്, അതായത് ഓരോ വീക്കിൽ ഓരോ എപ്പിസോഡ് റിലീസ് ചെയ്യുക എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിഹൗ എനിക്ക് ഒരു ഇതിനെക്കുറിച്ച് വേറെ കുറേ ഒന്നും എടുത്തു പറയാനില്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഫോർ ദ പ്ലോട്ട് ഐ മീൻ അയൺമാൻ എന്നൊരു ക്യാരക്ടർ ഇത്രയധികം ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു സ്യൂട്ടിനെ വളരെയധികം നോർമലൈസ്ഡ് ആക്കിയാണ്. അതായത് ആ ഒരു സ്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പീപ്പിൾ ആർ ഇൻ സർപ്രൈസ്ഡ് വെൻ ദിസ് ഫാക്ട് ഇസ് ദിസ് ഗേൾ ഇസ് മേക്കിംഗ് ദിസ് സൂട്ട്. ഐ മീൻ MITയിൽ പഠിക്കുന്ന ഒരാൾ എക്സ്പെൽഡ് ആവുന്നു, അതിനുശേഷം ഈ ഒരു സൂട്ട് ബിൽഡ് ചെയ്യാൻ നോക്കുന്നു. പിന്നെ അബൌട്ട് ദ AI തിങ്,
ഐ മീൻ ഹർ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു മെമ്മറി എന്ന രീതിയിൽ ആളൊരു എ ഐനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് പിന്നെ ഈ സൂട്ട് കൺട്രോൾ ചെയ്യുന്നു ലൈക്ക് എ ഹ്യൂമൻ ബീങ് ആൻഡ് ഓൾ. ഇറ്റ്സ് സർറിയൽ. ഐ മീൻ ഇറ്റ്സ് എ മൂവി, വി നോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഐ മീൻ അയൺമാൻ 1 ഒരു റെഫറൻസും ഇതിനകത്ത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഫസ്റ്റ് ഫിലിമിലെ വില്ലൻ്റെ ഒരു മോനെ ഇതിനകത്ത് നമുക്ക് ചെറിയ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിനെ ഇനിയും എന്ത് രീതിയിലാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ല. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു സീരീസിനെ കുറിച്ച് ഓവറോൾ എന്തെന്ന് പറഞ്ഞാൽ, ലൈക്ക് ഐ സൈഡ്, ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ദ വേഴ്സ്റ്റ് ബിക്കോസ് വി കാൺ ജഡ്ജ്. ഇറ്റ്സ് സ്റ്റിൽ 3 episodes ആൻഡ് there's 3 more to go. 3 എപ്പിസോഡും കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ഹിയർ. ഇനിയോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ട്സ് സെറ്റ് ചെയ്യാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കത്തുള്ളൂ. സോ യാ, ലെറ്റ്സ് കീപ്പ് ഇൻ ടച്ച്. ഡു സബ്സ്ക്രൈബ്.